ചിരി വിരിഞ്ഞു. ആരെങ്കിലും ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ പോലും വിറയലോടെ നിൽക്കുന്നവൾ. അവരുടെ ഉള്ളിലെല്ലാം ഒരുപോലെ വാത്സല്യം നിറച്ച്. ആര്യനും ആയുഷും ജിത്തു അഗ്നിയുമെല്ലാം ഇമച്ചിമാതെ അവളെ നോക്കി നിന്നുപോയി. ഇന്നോളം തങ്ങൾ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നും തീർത്തും വ്യത്യസ്തയായ ഒരുവൾ. കൗതുകമായിരുന്നു അവരുടെ എല്ലാം ഉള്ളിൽ. സമയം കടന്നു പോകുമ്പോഴും ആദിയുടെ മിഴികൾ അത്രമേൽ പ്രണയത്തോടെ അവളെ ചുറ്റി വരിഞ്ഞു. അവൾ അതറിയുന്നുണ്ട്. അതേസമയം മറ്റാരുടെയും തന്നിലേക്കുള്ള നോട്ടം പെണ്ണ് അറിഞ്ഞില്ലെന്നുള്ളത് മറ്റൊരു സത്യം. വെറുതെ പോലും മുഖമൊന്ന് ഉയർത്തി നോക്കാൻ അവളിൽ വെപ്രാളം നിറഞ്ഞു. ഒരു വേള സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുപോയവൾ. ഇങ്ങനെ നോക്കിയിരുന്നാൽ ആരെങ്കിലും കാണില്ല എന്ന ചിന്തയായിരുന്നു അവളിൽ. ആദിയുടെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം വേഗം തന്നെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. മതിയോ മോളെ? ചെറിയമ്മ ചോദിച്ചോ പതിയൊന്ന് മൂളിയതയുള്ള അവൾ. എന്നാൽ ചെന്ന് കൈ കഴുകുക. പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയവളെ വിലക്കിക്കൊണ്ട് സീതാമ്മ പറഞ്ഞതും ദയനീയമായി ഒന്ന് നോക്കിയവൾ. അതൊക്കെ എടുക്കാൻ ഇവിടെ ആളുണ്ട്. അമ്മയുടെ മോള് ചെന്ന് കൈ കഴുകുക. വാത്സല്യത്തോടെ പറയുമ്പോൾ എതിർത്ത് പറയാനാവാതെ വേഗം വാഷ് ബേസിനരികിലേക്കായി നടന്നവൾ. എല്ലാവരും ഒരു ചിരിയോടെ അവിടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ അറിയാതൊരു കുശുമ്പ് ആദിക്കും തോന്നിപ്പോയിരുന്നു. തന്നിലും അധികം ആരും അവളോട് അടുക്കുന്ന ആഗ്രഹിക്കാത്ത പോലെ അവന്റെ മുഖമൊന്ന് വീർത്തു. കൈ കഴുകി തിരിയാനൊരുങ്ങിയതും ശക്തമായ ഒരു കൈ ധാവണിക്കിടയിലൂടെ പാഞ്ഞു കയറി അവളെ പൊതിഞ്ഞ് പിടിച്ചു. മിഴികൾ ഇറുകെ അടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാനാ നെഞ്ചോട് ചേർന്നവൾ. നാസികയിലേക്ക് തുളച്ചു കയറുന്ന പരിചിതമായ പെർഫ്യൂമിന്റെ വശ്യമായ സുഗന്ധം. ചുണ്ടിലൂറിയ കള്ളച്ചിരിയോടെ തന്നെ കൈ കഴുകി പെണ്ണിന്റെ ധാവണി തുമ്പിലായി കൈ തുടച്ചുകൊണ്ട് അവൻ അകന്നു മാറി. ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ആവാതെ നിന്നതേയുള്ള മീര. ഒന്ന് നോക്കിപ്പോയാൽ അവനിലേക്ക് ചാഞ്ഞു പോകുന്ന മനസ്സാണ്. അപ്പൂ, കാതോരം പതിക്കുന്ന അവന്റെ നിശ്വാസ ചൂടിൽ അവളൊന്ന് വിറച്ചു. അത്രമേൽ സ്നേഹത്തോടെയുള്ള വിളി. തൊണ്ടക്കുഴിയോളം വന്നെത്തിയ തേങ്ങൽ അവനറിയാതെ ഒതുക്കി പിടിച്ചവൾ. അടുത്ത നിമിഷം ആദിയുടെ കൈകൾ പഞ്ഞി പോലുള്ള അവളുടെ വയറിലായി മുറുകി. കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ടവൾ മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കി. ഇമച്ചിമ്മാതെ തന്നെ നോക്കുന്നവൻ. എന്നും ആ കണ്ണുകളിൽ തന്നോടുള്ള കരുതലും വാത്സല്യവുമാണ്. മീര പോലും അറിയാതെ അതരങ്ങളൊന്ന് വിടർന്നു. ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ മറ്റൊരു ചിന്തയും തന്നെ അലട്ടുന്നില്ലെന്നവൾ ഓർത്തു. അത്രമേൽ സുരക്ഷിതമായ മറ്റൊരിടം തനിക്കില്ലാത്ത പോലെ. ആക്കി ചുമച്ചുകൊണ്ട് കൈ കഴുകാൻ വരുന്നവനെ കാണെ ഇരുവരൊന്നും ഞെട്ടി. അടുത്ത നിമിഷം മീര പിടഞ്ഞുകൊണ്ട് ആദിയിൽ നിന്ന് അകന്നു മാറി ഓടി അകന്നു. അജു ഒരു ഇളിയോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കിയതും ആദ്യം അവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി. ഞാനിപ്പോ എന്താ ചെയ്തെന്നൊരു ഭാവമായിരുന്നു അജുവിന്. ഭാവം. ആ കുട്ടിയെയും കണ്ടിട്ടില്ല സർ. ഞങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി അന്വേഷിക്കുന്നുണ്ട്. നടുമുറ്റത്ത് ആട്ടുകെട്ടിലായി മിഴികൾ അടച്ചിരിക്കുന്നവന്റെ ശാന്തമായ മുഖത്തേക്ക് ഭയത്തോടെ ഉറ്റുനോയിക്കൊണ്ട് പ്രകാശ് പറഞ്ഞു. ചുറ്റും നിൽക്കുന്നവരുടെയെല്ലാം അവസ്ഥ അത് തന്നെയാണ്. ആ മുന്നിൽ നിൽക്കുമ്പോൾ പോലും മുട്ടിടിക്കും. ഇനിയൊരു പക്ഷേ ജീവനോടെ ഇല്ലെങ്കിൽ. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ശക്തമായ പ്രഹരത്തിൽ പ്രകാശ് നിലത്തേക്ക് വീണു. മുന്നിൽ സർവവും ചുട്ടിരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനെ കാണെ പറഞ്ഞുപോയ വാക്കുകളുടെ പ്രത്യാഖ്യാതം അത്രമേൽ വലുതായിരുന്നു എന്നവന് തിരിച്ചറിഞ്ഞു. അലർച്ചയോടെയുള്ള അവന്റെ ആ ശബ്ദം നാലുകെട്ടിൽ മുഴങ്ങി. അല്പം മാറിയുന്ന ചെറുപ്പക്കാരൻ വേഗം തന്നെ അരികിലേക്ക് ചെന്നു. ആ രാത്രിയിലുള്ള മുഴുവൻ CCTV വിഷ്വൽസ് എനിക്ക് കിട്ടണം. ഒരാജ്ഞ പോലെ അവനത് പറയുമ്പോൾ അനുസരണയോടെ സമ്മതം പറഞ്ഞു ശബരി. ചുറ്റും കൂടി നിൽക്കുന്നവരാരെയും നോക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ പോലും അവനിൽ ദേഷ്യവും നിരാശയും നിറഞ്ഞു നിന്നു. ഈശ്വര, എന്റെ മോൾക്ക് ഒന്നും വരുത്തല്ലേ. ദയനീയമായി പ്രാർത്ഥിക്കുന്ന തന്നെ അമ്മയെ ശബരി അതിലും ദയനീയമായി നോക്കി. കണ്ണു നിറച്ച് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾക്കൊരാപത്തും വരുത്തില്ലേ എന്ന് അവനും മനസ്സുരുകി പ്രാർത്ഥിച്ചു. എങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ലെന്നൊരു സമാധാനമുണ്ടായിരുന്നു ശബരി. റൂമിനുള്ളിലേക്ക് കയറിയതും ദത്തൻ തന്റെ ദേഷ്യം അടക്കാനാവാതെ ചുമരിലേക്ക് മുഷ്ടിയുരുട്ടി ആഞ്ഞിടിച്ചു. തന്റെ കൈവളയിൽ വെച്ച് ഭദ്രമായി കൊണ്ട് നടന്നവളെയാ ഒരു രാത്രി കൊണ്ട് നഷ്ടമായത്. തന്നെ എന്നും മോഹിപ്പിക്കുന്നവൾ. ബെഡിലായി കിടക്കുന്ന അവളുടെ ധാവണിയിൽ അവന്റെ മിഴികൾ ചെന്ന് പതിച്ചതും വല്ലാത്തൊരു ഭാവത്തോടെ അതിലേക്കായി മുഖം പൂഴ്ത്തി വെച്ചവൻ. ചന്ദനത്തിന്റെ സുഗന്ധമാണ് ഇപ്പോഴും അതിന്, അവളുടെ സുഗന്ധം. ഒരിക്കൽ പോലും ഒന്ന് രുചിച്ചു നോക്കാൻ കഴിയാതെ പോയ തന്റെ മോഹം, അതിനുള്ള തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടും അവളെ തനിക്ക് നഷ്ടമായി. വിടില മീര, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കണ്ണുകൾ അടച്ച് ആ ധാവണിയിൽ മുഖമമർത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരു മൃഗത്തിനോളം ക്രൂരത നിറഞ്ഞു അവനിൽ. എഴുത്തി നിറവയറുമായി കണ്ണു നിറച്ച് അടഞ്ഞുകിടക്കുന്ന വാതിനുമ്പിൽ നിൽക്കുന്നവളെ കാണെ ശബരിയുടെ ശബ്ദം നന്നേ നേർത്തുപോയി. ഏത് പെണ്ണ് സഹിക്കും ഈ വിധി? ഒരു വേള തന്റെ ഏട്ടനോട് അടക്കാനാവാത്തത്ര ദേഷ്യം തോന്നിപ്പോയവന് താലി ചാർത്തിയ ഭാര്യയുള്ളപ്പോൾ തന്നെ മറ്റൊരു പെണ്ണിനെ, അതും സ്വന്തം അനുജത്തെ തന്നെ മോഹിക്കുന്നവൻ, ഇത്രത്തോളം നികൃഷ്ടമായ മറ്റെന്തുണ്ട്? എഴുതി ആ മുഖം കാണെ വല്ലാത്തൊരു നോവ് നിറഞ്ഞവനിൽ.
വിളർച്ച ബാധിച്ചു പോയ മുഖത്തെ കുഴിഞ്ഞുപോയ മിഴികൾ. ഏട്ടനെ വിശ്വസിച്ച് സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ച് വന്നവളാണ് ഇന്ന് ആ രക്തത്തെ ഉദരത്തിൽ ചുമക്കുന്നവൾ. എന്നിട്ടും ഇത് ഞാൻ അനുഭവിക്കണം ശബരി. ജീവനെ പോലെ സ്നേഹിച്ച് കുടുംബത്തെ മുഴുവൻ വെറുപ്പിച്ചിറങ്ങി വന്നതിനുള്ള ശിക്ഷ. സ്വയം പുച്ഛി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നടന്നകലുന്നവളെ കാണെ ഉള്ളുപിടയുന്ന വേദന തോന്നിയവന് ഒപ്പം തന്റെ ഏട്ടനോടുള്ള വെറുപ്പും. അയ്യർ മഠത്തിലെ വൈദ്യനാഥൻ അയ്യർക്കും ശിവലക്ഷ്മിക്ക് 2 പെൺമക്കളാണ്, ഗംഗയും ഗൗരിയും. ഗംഗയുടെ ഭർത്താവ് രാമകൃഷ്ണ അയ്യർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. മരിച്ചിട്ട് 4 വർഷങ്ങൾ പിന്നിടുന്നു. ഇരുവർക്കും 2 മക്കൾ, ദത്തനും ശബരിയും. കോളേജ് പ്രൊഫസറായ ദത്തൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് ആലിയ എന്ന ക്രിസ്ത്യാനി പെണ്ണിനെ. ദത്തൻ പഠിപ്പിക്കുന്ന കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായിരുന്നു അവൾ. അന്യജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതിലൂടെ ആലിയെ വീട്ടുകാർ കൈയൊഴിഞ്ഞു. അതെന്തായാലും നിറഞ്ഞ മനസ്സോടെ തന്നെയായിരുന്നു ഗംഗയമ്മ സ്വീകരിച്ചത്. പിന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്ന അവരുടെ ജീവിതത്തിൽ വിള്ളൽ വീണു തുടങ്ങിയത് എപ്പോഴാണ് ശബരി അറിയാതെ ഓർത്തുപോയി. ഗൗരി ചെറിയമ്മയുടെ മരണശേഷം ഒരിക്കൽ പോലും മീരയും ചെറിയച്ഛനും ഇവിടേക്ക് വന്നിരുന്നില്ല. കുഞ്ഞിലെ കണ്ട അനുജത്തി. ഏട്ടനും തനിക്കും ജീവൻ തന്നെയായിരുന്നു അവൾ. 2 ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവളെ പൊന്നുപോലെയാണ് കൊണ്ടു നടന്നത്. അന്നൊക്കെ ഒരു കുറുമ്പി പെണ്ണായിരുന്നു, വികൃതിയും കുസൃതിയും ഉള്ളവൾ. പക്ഷേ സ്വന്തം അമ്മയുടെ മരണം നേരിട്ട് കാണേണ്ടി വന്ന നിമിഷം മുതൽ എല്ലാം നഷ്ടമായി. എല്ലാവരെയും അവൾക്ക് ഭയമായി, ചെറിയച്ഛനെ പോലും. ആകെ അടുക്കുന്ന ചെറിയച്ഛൻ്റെ അമ്മയോട് മാത്രമായിരുന്നു. അവളുടെ ഭയമറിയെ വേദനയോടെങ്കിലും തങ്ങളും അകലം പാലിച്ചു. പാലക്കാട്ടേക്ക് മുത്തശ്ശിയുടെ കൂടെ പോയവൾ പിന്നെ ഒരിക്കലും ഇവിടേക്ക് വന്നില്ല. അവളെ കാണണമെന്ന് മോഹം തോന്നുമ്പോഴെല്ലാം അമ്മ അവിടെ ചെന്ന് കണ്ടുവരും. 2 വർഷങ്ങൾക്ക് മുമ്പ് ഗൗരി ചെറിയമ്മയുടെ ഓർമ്മ ദിവസമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെറിയച്ഛനോടൊപ്പം മീര ഇവിടെ വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അനുജത്തിയെ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഏട്ടന്റെ കണ്ണുകൾ അവളുടെ രൂപത്തെ മാത്രമേ കണ്ടുള്ളൂ. സ്ഥാനം മറന്നുപോയി. ആദ്യം ചിരിയോടെ ഏട്ടനെ നോക്കിയവൾ പിന്നീട് ഭയത്തോടെ നോക്കുന്ന കാണി നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഏട്ടൻ നോക്കുന്നതും തൊടുന്നതെന്നും ഒരനിയത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് കരയുന്നത്. ഇന്നും ഭയന്ന് വിറച്ച് കരയുന്നവളുടെ മുഖൊരു വിങ്ങലായി ഉള്ളിലുണ്ട്. എങ്ങനെ ഏട്ടന് ഇത്രത്തോളം തരം താഴാൻ കഴിഞ്ഞു? ആ സമ്പത്തിന് ശേഷം ഒരിക്കൽ പോലും മീര ഇങ്ങോട്ട് വന്നിട്ടില്ല. ആരോടും ഒന്നും പറയരുതെന്ന് താൻ തന്നെയാണ് അവൾ വിലക്കിയത്. ചെറിയച്ഛനെ എല്ലാം അറിയുന്ന നിമിഷം ഏട്ടനെ എന്ത് ചെയ്യാനും മടിക്കില്ല. മീര എന്ന് വെച്ചാൽ അത്രയും ജീവനായിരുന്നു ചെറിയച്ഛന്. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങവേ ഏട്ടന്റെ മാറ്റം ഏട്ടത്തിയും തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഇവിടെ അമ്മയൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം മീര എവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞതിന് പിന്നിലുള്ള കാരണം. ഒരിക്കലും അവളെ ഏട്ടന് മുമ്പിൽ എത്തിക്കില്ലെന്ന് ശബരി ഉറപ്പിച്ചിരുന്നു. അതിനൊപ്പം കണ്ടുപിടിച്ച് എവിടെയെങ്കിലും സുരക്ഷിതയാക്കണമെന്നും.